സ്വന്തം കുഞ്ഞിനെ കാണാതായതിന്റെ വേദനയിൽ സമനില നഷ്ടമായി നിൽക്കുന്ന നീലിമയുടെ അടുത്ത് ഒരൽപ്പം പോലും കനിവ് കാണിക്കാൻ ക്രൂരനായ വാസുദേവൻ തയ്യാറായി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ കുഞ്ഞ് അവനെനിക്ക് വേണം. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ആരുടെയും കണ്ണിപ്പെടാതെ എവിടെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. ശരി, ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? വയറക്കടി, ആളുകൾ കേൾക്കുന്നു. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഇവിടെ എല്ലാവരും അറിയട്ടെ. നിങ്ങളല്ലേ എന്നെ മോനെ പിടിച്ചോണ്ട് പോയത്? പറ, എവിടെയാ അവൻ? എവിടെയാ അവനെന്ന് പറയാൻ. തന്നെ താങ്ങിപ്പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി നോക്കി. ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി. ഞാനിപ്പോ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. ഇവളുടെ കൊച്ചിന്റെ തന്ത ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? അത് ഞാനാ. ഇനി എന്തെങ്കിലും അറിയണമെന്നുള്ളവര് മുന്നോട്ട് വാ. ഇനിയും ഒരു 100 പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി. തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി. ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തല കുനിച്ചു നിൽക്കുകയായിരുന്നു. ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് സിദ്ധാർത്ഥ് എത്തിയത് എന്തിനാണ്? ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ? കാണാതായ അച്ചുവിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ? തന്റെ ജീവിതമില്ലാതാക്കിയ ആ യുവാവ് സിദ്ധാർത്ഥ് തന്നെയാണെന്ന് നീലിമ ഒടുവിൽ തിരിച്ചറിയുമോ? അപ്പോഴേക്കും മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ? അതിനായി പോക്കറ്റ് FM ഓഡിയോ സീരീസ് ആയ പ്രേമം കേൾക്കൂ ഉടൻ തന്നെ. ഡൗൺലോഡ് ദി ആപ്പ് നൗ.